ഇന്നത്തെ ദിവസം ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിവസമായിരുന്നു. മോൾക്ക് പനിയായതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും നടന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വിളിക്കുന്നേ പനി, ചെറുതിന് പനി പിടിച്ച് 2 ദിവസമായി പനി വന്നിട്ട്. അപ്പോൾ പനി 2 ദിവസമായി. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോണ വഴിയിൽ പനി വെച്ചില്ലേ. വയ്യ അപ്പോൾ അവൾ പോണ വഴിയിൽ പനിയിട്ട് കിടന്നുറക്കായി. ഒരു 10 മിനിറ്റ് ഉറങ്ങി എണീറ്റ് പണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ്. ഞങ്ങളവിടെ എത്താറായപ്പോൾ ഭയങ്കര ബ്ലോക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നീങ്ങി കുറച്ചും കൂടി നീങ്ങിയപ്പോൾ ട്രെയിൻ പോകണം. ഒരു ട്രെയിൻ പോയി കഴിഞ്ഞ് അങ്ങപ്പോൾ വിചാരിച്ച് ഇപ്പോൾ തുറക്കും. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിനും കൂടി വന്നു. അപ്പോൾ എന്തായി, കുറച്ചും കൂടി സമയമായി. നേരം വൈകിയപ്പോൾ പോസ്റ്റ് അങ്ങനെ ട്രെയിനൊക്കെ പോയി ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ വീണ്ടും തുടങ്ങി യാത്ര. അവൾ വീണ്ടും പിണങ്ങിയിരിക്കണ്ട. ഭയങ്കര പിണക്കായിട്ട് തല കുമ്പിട്ടവിടെ ഇരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ വീണ്ടും ബ്ലോക്കോട് ഫുള്ള് ബ്ലോക്കായിരുന്നു. നല്ല ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞങ്ങൾ നേരം വൈകിട്ടല്ല, അവിടുത്തെ ബ്ലോക്കായിരുന്നില്ല. കറക്റ്റ് സമയത്തിന് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പനി കൂടുതലായി. അപ്പോൾ അവർ പറഞ്ഞു തുടയ്ക്കാൻ. അതിനാണ് കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടെ മരുന്നൊക്കെ കൊടുത്തില്ല. അവർ ചെന്നപ്പോഴത്തേനും മരുന്നൊക്കെ കൊടുത്തപ്പോൾ പനി നല്ലോണം കുറഞ്ഞപ്പോൾ ഉഷാറായി. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പുറത്തേക്കൊന്ന് പോയതായിരുന്നു. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. സമയം 2 മണിയാവാറായിട്ടാണ്. 2 മണിയാവാറായപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾക്ക് മദർച്ച് ചോറ് കൊടുത്തിട്ട് വേഗം പോവാന്ന്. ആൾക്ക് ആലുവയിൽ വേറെ ആരും കാണാണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് 3 മണിക്കാണ് ആൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾ 2 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ വേഗം ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചപ്പോൾ അവൾക്ക് മാത്രം ചോറ് കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിവിടെ അടുത്തൊരു ഹോട്ടലിൽ ഇരുത്തിയിട്ട് ആൾ വേറൊരാളെ കാണാൻ പോവാണ്. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ സേഫായിട്ടൊരു ഹോട്ടലിൽ ഇരുത്തി ആൾ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞൊരു ചായയൊക്കെ കുടിക്കും. പനി വരുമ്പോൾ ആൾ മുഖമൊക്കെ ഉഷാറൊക്കെ പോകട്ടാ. അപ്പോൾ ആദ്യമേ ചെറിയൊരു പനി വീണ്ടും വന്ന് ഞാനവിടെ നിന്നിട്ട് മരുന്നൊക്കെ കൊടുത്ത് പാവം ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വൈകി. അവിടെ വന്നപ്പോൾ നേരം വൈകി. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചായ കൊണ്ടുവന്ന് ചായ പറഞ്ഞപ്പോൾ ചായ കൊണ്ടുവന്ന് ഒരു ചായയൊക്കെ കാലി ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് ഞാൻ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ്
അപ്പോഴാണ് ആൾ വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചോറൊന്നും ഉണ്ടായില്ല അവിടെ ആ സമയത്ത് കാരണം ചോറൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ അപ്പതേ പോകുന്നതേക്ക് വീഡിയോ കാണണ്ട. അപ്പോൾ പോണണ്ട കണ്ട ഇപ്പോൾ പോണണ്ട. രാജഗിരിയിലേക്കൊക്കെ ഇതുപോലെ ആലോചിക്കാനൊക്കെ വരുന്ന വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാറ്. അടിപൊളി ഫുഡാണ് അവിടുത്തെ. ഇവിടെ ചോറുണ്ടായിരുന്നില്ല കേട്ടോ. സമയം 5 മണിയായി. അതാരണം ചോറൊന്നും കിട്ടിയില്ല. 5 മണിയായത് കാരണം കേട്ടോ. അവൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഭയങ്കര വാശിയായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ മന്തി പറഞ്ഞു. അവിടെ സൂപ്പർ സ്ഥലമാണ്. സ്ഥലം സൂപ്പറാണ്. പുഴയുടെ സൈഡ് കാരണം നല്ല ഭംഗിയാണ് കാണാനായിരുന്നു. അങ്ങനെ നല്ല വൈബോട് കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പർ സ്ഥലമല്ലേ, കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ. ഇഷ്ടമായുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും. ആ സമയത്തുകൊണ്ട് ആരുമില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഒരാളുണ്ടായിരുന്നു. 5 മണിയല്ലേ. ആ സമയത്ത് ഉച്ച നേരത്തൊക്കെ ഭയങ്കര തിരക്കാണ്. സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉച്ച നേരത്ത്. ഈ സമയത്തുകൊണ്ട് ആരുമില്ല, ഞങ്ങൾ മാത്രമേ കഴിക്കാം. കുറേ പൂവുണ്ടാ അവിടെ ഉണ്ടാ? കാറ്റുണ്ടാ? മുടോ കുഞ്ഞി നോക്കണം എനിക്ക്. അവിടെ ആരോ ഇരുന്ന് ടാറ്റ കൊടുക്കണ്ടായിരുന്നിട്ട്. അതാണോ ടാറ്റ കൊടുത്തോണ്ടേ ഇരിക്കുന്നു, ചിരിച്ചോണ്ട് ടാറ്റ കൊടുത്തോണ്ടിരിക്കുക. ടാറ്റ കൊടുക്കൽ നിർത്തണ്ട കേട്ടാ, പെട്ടെന്ന് നിർത്തമൊന്നുമില്ല. പിന്നെ എനിക്കിരിക്ക. അയ്യേ നല്ല ചിരി, നല്ല ചിരി. എങ്ങനെ ചിരിക്ക? എത്ര പല്ലുണ്ട്? ചേച്ചിമാരോട് പോയി സ്കൂളിൽ പോയാ? മന്തി ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ട് അപ്പോഴാണ് വീഡിയോ എടുക്കാൻ ആരോ ഓർത്തത്. വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ അപ്പോൾ എടുത്തത്. അത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വണ്ടി നിർത്തിക്കാൻ കേട്ടോ. നല്ല മീനൊക്കെ ഉണ്ട്. അപ്പോൾ മീൻ വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ട് മീൻ വാങ്ങിക്കാൻ പോയി. തുടരല കുഞ്ഞത്. ഇതേതാ പാലം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് പാലം കണ്ടില്ലേ, ആ പാലാണ് കേട്ടത്. ആ സൈഡിൽ, ആ പാലത്തിൻ്റെ സൈഡിൽ മീൻ കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ല മീനപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് മീൻ വാങ്ങിക്കാൻ പോയതാണ്. ആ പാലാണ് അവിടെ നിന്ന് കാണുന്ന പാലം. പനിയൊന്ന് കുറഞ്ഞു, അതാണ് ഉഷാറായത്. കുറഞ്ഞു. വെള്ളമുണ്ടല്ലേ, വെള്ളല്ലേ. വെള്ളം നോക്കിയിരിക്കണം. പനി കുറഞ്ഞ മിടത്തിന്റെ പനി വാവ് കുറഞ്ഞ വാവോ. ഓരോ വണ്ടികൾ പോകുമ്പോ കാറിന് കുളിങ്ങോട്ടോ. വണ്ടി നിർത്തിയേക്കാണ്. വേറെ വണ്ടികൾ പോകുമ്പോഴേ പാലത്തിനൊരിളക്കം. കണ്ട മഴക്കാരുണ്ടോ? നല്ല മഴക്കാരാണ് കേട്ടോ. മഴ നല്ലോണം വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മീൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് പാലത്തും തന്നെ വണ്ടി നിർത്തിയിട്ട് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പോന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് സുഡിയോയിലാണ്. അങ്കമാലി എത്തിയിട്ട് വിചാരിച്ച് ഒന്ന് സുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നൊരു സുഡിയോക്ക് പോക്കുണ്ടായത്. ഡ്രസ്സൊന്ന് നോക്കിയിട്ട് പോകാൻ, വീട്ടിലോട്ടുള്ള ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന്
അവിടെ കുഞ്ഞ് വീണ്ടും കിടന്ന് ഉറക്കാണ് കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. ഒരു കൈ കൊണ്ട് ഫോണും ഒരു കയ്യിൽ ഉണ്ണിയും ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ ഇടണ്ടേന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് ഇടുന്നതാണ്. എവിടെ പോയാലും എൻ്റെ കെട്ടിയോന് ഒരു വെള്ളയുണ്ട് കറുപ്പയുണ്ട്. എവിടെ ചെന്നാലും ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ വെള്ളയും കറുപ്പയും എടുക്കുള്ളൂ. ഞാൻ ഒരേ കളർ പറഞ്ഞു കൊടുക്കും, പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെടില്ല. ആൾക്ക് കൂടുതൽ വൈറ്റ് ആൻഡ് ബ്ലാക്കാണ്. അപ്പോൾ വൈറ്റിലാണ് പിടിച്ച് വെച്ചിരിക്കണത്. ഞാൻ പറഞ്ഞ് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ കളർ മാറ്റി പിടിച്ചാൽ മതി, പിടിക്കൂല, കളർ മാറ്റി പിടിക്കൂല. ഇത് വൈറ്റും ബ്ലാക്ക്. അത് ഭംഗിയുണ്ട്. അത് ഇഷ്ടമായിക്ക്. ഞാനിങ്ങനെ ഡ്രസ്സ് നോക്കി ലാസ്റ്റ് കുട്ടികളെ സെക്ഷനിൽ ഞാൻ വെറുതെ കറങ്ങി എല്ലാം നോക്കി. ഒന്നും വാങ്ങിച്ചില്ല. ഒരെണ്ണം വാങ്ങിച്ചിട്ട് 3 ആൾക്ക് വാങ്ങണം. അപ്പം ഞാനവിടെ വെച്ച് ഒന്നും എടുത്തില്ല, എല്ലാം നോക്കി വെച്ച്. സൂപ്പറായിട്ട് ലാഭം ഉണ്ടായിരുന്നു. 199 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല. ഞാനങ്ങനെ നടന്ന് ലാസ്റ്റ് ഒരു കണ്ണാട കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഫോട്ടോ എടുത്ത് പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് ഇട്ടത്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും അഭിപ്രായമൊക്കെ പറയണേ. ജ്യൂസല്ലേ അത് വാങ്ങിച്ചെന്തായാലും നോക്കാം. എനിക്ക് ഡ്രസ്സ് വാങ്ങണ്ടെന്ന് പറഞ്ഞതാ. അപ്പോൾ ആളൊരിഷ്ടം വീട്ടിലിടുന്ന ഡ്രസ്സ് വാങ്ങിച്ചിട്ടാ എനിക്ക്. ഞാൻ സെലക്ട് ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി 2 ബനിയൻ വാങ്ങിച്ച്. പിന്നെ എന്നിട്ടാ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ച്. വലിയ കൊടുക്കുന്നിടത്ത് ക്യൂ ആണ് ആൾക്കാർ. അപ്പം ഞാനെന്ത് ചെയ്തു, ആ തർക്കത്തിൽ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വന്നു. എല്ലാ ഡ്രസ്സുകളൊന്ന് കണ്ടു വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കറങ്ങിയോണ്ട് അടുക്കാണ്. എന്തായാലും നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാ ഡ്രസ്സുകളും നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല. ആളവിടെ ബില്ലൊക്കെ കൊടുത്ത് സെറ്റാവട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ ഒന്ന് കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത്. കമൻ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാലാണല്ലോ നമുക്ക് ന്യൂ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിൽ പറയണം കേട്ടോ. എന്താണ് മാറ്റം വരുത്തേണ്ടത്, എന്താണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തിയാലാണ് നമുക്ക് ന്യൂ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടപ്പോൾ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലോക്ക് ഇന്ന് ഫുള്ള് ബ്ലോക്കായിരുന്നു. ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങളവിടെ ഒരു കട എത്തിയപ്പോൾ മിഠായി വാങ്ങിച്ച് 2 ആൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ മിഠായി വാങ്ങിക്കാൻ കയറി. മിഠായി വാങ്ങിച്ച് പിന്നെ എന്നിട്ട് ആ മുന്തിരി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് യാത്രയായി. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കട. വീടെത്താറായി അപ്പോഴാണ് ഞങ്ങൾ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അവൾ എൻ്റെ അടുത്തിരിക്കായിരുന്നു, അപ്പോഴാണ് അപ്പനെ കണ്ടത്. അപ്പനെ കണ്ടപ്പോൾ അവൾക്ക് വാശി അങ്ങോട്ട് പോകണമെന്ന്. അവളെന്ത് ചെയ്തു, അപ്പയുടെ അടുത്ത് കടയിലൊക്കെ പോയിട്ട് മിഠായിയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, സി യു. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ബൈ.